ഇതിന് പറയാൻ അപ്പൊ എന്തായാലും ഇവിടെ കുഴപ്പമില്ല, നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കാം ചന്ദ്ര. എന്നാ പിന്നെ ഇനിയിപ്പോ അല്ലെ പിന്നെ നമുക്കിവിടെ ഇങ്ങനെ സംസാരിക്കാം, അവിടെ സംസാരിക്കാം. ഇപ്പൊ പറഞ്ഞോ, നീ പറഞ്ഞോ, കാര്യങ്ങൾ പറഞ്ഞോ കൂടെ. അപ്പൊ ഇറങ്ങണ്ട സിറ്റിന്ന്. സിറ്റിന്ന് ഓ ഇറങ്ങണ്ട, സിറ്റി കേറണവര് കേറ്, ഇറങ്ങുന്നവര് ഇറങ്ങിക്കോ. ഓക്കെ ഗൈസ്, അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈകള് ഇതുപോലെ ലൈക്ക് ക്യാരക്ടർ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അവന് വരുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലൈക്ക് ഈകള്, അതായത് നമ്മുടെ ടി വി എന്ന് പറയുന്നത് ടി വിയിലെ ബാക്കി 30-35 പ്ലേയേഴ്സ് അടങ്ങുന്നതാണ് ടി വി. അതിലിപ്പോൾ ഒരാൾ ആര് പോയാലും നമുക്ക് അത്രയും ബാധിക്കുന്ന ഒരിതാണ്. അപ്പോഴാണ് ലൈക്ക് ആ ഒരു പ്ലേസിലാണ് ഈകള് പോയേക്കണേ. ഈകളെന്ന് പറഞ്ഞാൽ ലൈക്ക് അറിയാലോ ടി വി എന്ന് പറയുന്നത് തന്നെ ലൈക്ക് അറിയാലോ നിങ്ങൾക്ക്, ആ ഒരു ആളാണ് മെയിനായിട്ട് കൊണ്ടുവന്ന് അതിനെ ഇതുവരെ എത്തിച്ച്, അല്ലെങ്കിൽ ആ ഒരു സാധനം തുടങ്ങും ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് തൊട്ടുള്ള ഇതിൽ. അപ്പോൾ ലൈക്ക് നമുക്ക് ബാക്കിയുള്ള ഗ്യാങ്ങിനെ പോലെ നമുക്ക് അങ്ങനെ ആവാൻ ആയിട്ട് താല്പര്യമില്ല. മെയിനായിട്ട് നമ്മളെ ഗ്യാങ് എങ്ങനെയാണെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. നമ്മുടെ ഗ്യാങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ലീഡറിനെ മാറ്റണം, അല്ലെങ്കിൽ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഹയറാർക്കി അങ്ങനത്തെ രീതിയിലൊന്നും നമ്മൾ ഇതാക്കിയിട്ടില്ല. ടി വി ആദ്യം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ കൊണ്ടുപോകാനാണ് നമ്മുടെ താല്പര്യം, ബാക്കിയുള്ള ടി വിയിലെ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും താല്പര്യം. അപ്പോൾ നമ്മൾ എല്ലാവർക്കും നമ്മളിപ്പോൾ എല്ലാവരുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ് എ ടി വിയെ ഗ്യാങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇനി സിറ്റിയിൽ കാണത്തില്ല. അതായത് ബാക്ക് ടു നോർമലായിട്ട് ഈകള് വന്ന്, അല്ലെങ്കിൽ ഈകൾ ഇനി വരുമോ ഇല്ല എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾ അറിയത്തില്ല. ലൈക്ക് ബാക്ക് ടു നോർമലായിട്ട് ഈകള് വരാണ്ട് ടി വി എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ടാകത്തില്ല. ഗ്യാങ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ആസ് എ ഒരു ഫാമിലി എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നമ്മൾ. ഫാമിലി എന്നല്ല, നമ്മള് ഇപ്പൊ ടി വിയിലുള്ള മെമ്പേഴ്സില് എന്നും ആർ പിയിൽ കയറുന്നവര് ആർ പി കയറാൻ ചെയ്യുമ്പോ നോർമലി സിറ്റിസൺസ് ആയിട്ടുള്ള രീതിയിൽ നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് ആർ പികൾ ഒരുമിച്ച് നടക്കും, ഒരുമിച്ച് വരും. ഭയങ്കര പണ്ട് വെച്ചാൽ ഒരു ആദ്യത്തെ ഒരു ഫോം ചെയ്ത ടൈമില്ലേ, ആ ടൈമിൽ എങ്ങനെയാണ്. അപ്പം ഈ ഗ്യാങ് ഡ്രസ്സും ഗ്യാങ് ആർ പിയും അങ്ങനെയായിട്ടൊന്നും ഇല്ലല്ലോ. നമ്മളെല്ലാരും ഒരുമിച്ച് നടക്കുന്ന ഒരു ആർ പികൾ ചെയ്യുന്നു, അങ്ങനെയൊക്കെ അല്ലായിരുന്നു. അപ്പം നമ്മളിപ്പം അതേപോലെ നമ്മൾ ഇനി ഒരു ആർ പികൾ കാര്യങ്ങൾ നോർമലായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഇഷ്ടമുള്ള ആർ പികൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പല പല ആർ പികളും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഗ്യാങ് ആർ പി എന്നുള്ള രീതിയിൽ ഗ്യാങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊന്നും ഒന്നുമില്ല. എന്ന് വെച്ചാൽ ടി വി എന്നുള്ള ടാഗ് ഇട്ടുകൊണ്ട് നമ്മളൊന്നും ചെയ്യില്ല. എന്ന് വെച്ചാൽ ഗ്യാങ് ഡ്രസ്സോ ഗ്യാങ് വണ്ടിയോ ഗ്യാങ് ഹൗസോ അങ്ങനത്തെ കാര്യങ്ങൾ. ഗ്യാങ് ഹൗസ് വേണമെങ്കിൽ നമുക്ക് നോർമലി നമ്മളുടെ ഒരു വീടെന്നുള്ള രീതിയിലെല്ലാം സെറ്റ് ചെയ്യാം. അല്ലാതെ അതിനപ്പുറം ഗ്യാങ് എന്നുള്ള ഒരു പ്രിവിലേജും നമ്മൾ ഈ സിറ്റിയിൽ കാണിക്കത്തില്ല. ഗ്യാങ് ആയിട്ട് നമ്മൾ കളിക്കത്തില്ല. അല്ല, അതിന് മെയിൻ റീസൺ എന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇത് നിർത്തിയത് എന്താണ്, പുള്ളിയുടെ ഫാമിലി ഡ്രാഗ് ചെയ്യുന്നു, പുള്ളിയുടെ പേര് ഡ്രാഗ് ചെയ്യുന്നു, ലൈക്ക് അങ്ങനെ കാര്യങ്ങളാണ്. നമ്മൾ ഈ ഗ്യാങ് ആർ പി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീണ്ടും അത് തന്നെ ഓരോരുത്തന്മാർ ചെയ്യും. ഈ വാസുവിടെ പരന്ത് വാസുവിടെ ഇതോടെ ലീഡർമാരില്ലേ വീണ്ടും ആ ടോപ്പിക്കിലോട്ട് പോകും. ലൈക്ക് ആ ഒരു ടോപ്പിക്കിലോട്ട് മാക്സിമം അങ്ങനെ ഒരു ഹെയ്റ്റ് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈഗിൾ ബ്രോ ഉള്ളപ്പോൾ കുഴപ്പമില്ല. ഈഗിൾ ബ്രോ ഉള്ളപ്പോൾ നമ്മൾ ഈഗിൾ ബ്രോ ഉണ്ട്, ഈഗിൾ ബ്രോയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഫാമിലിയെ പറയുന്നതിനോട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഈഗിൾ ബ്രോയെ പറയാം, എന്ത് വേണം ചെയ്യാം. പക്ഷേ പുള്ളി ഇല്ലാത്തപ്പോൾ കൂടെ ആ ഒരു ടോപ്പിക്ക് നമ്മളിനിപ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ എടുക്കുന്ന കാരണം ഡ്രാഗ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഗ്യാങ് സിറ്റുവേഷൻസ് ഒന്നും വേണ്ട എന്ന് എല്ലാവരും കൂടെ ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തത്. അതും കൂടി രണ്ടും അത് മാത്രം അതിപ്പോ ചന്ദ്രൻ പറഞ്ഞ ആ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും കൂടി ഇൻക്ലൂഡ് ആയ നമ്മള് ടി വി നമുക്ക് റീപ്ലേസ്മെന്റ് ഇല്ല. ഇപ്പൊ ഇതിനകത്ത് കുറെ മെയിൻ ആയിട്ടുള്ള കുറെ പേരുണ്ട്. ഇവരൊക്കെ നോർമലി അടുത്തം ഹെൽത്ത് ഇഷ്യൂസ് ഇതൊക്കെ കാരണം വരാൻ പറ്റാണ്ട് അവർക്ക് സർക്കംസ്റ്റൻസസ് കൊണ്ട് വരാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു സീനില് ഇപ്പം ഈകള് ഇപ്പൊ ഇല്ലാണ്ട് മാറി നിൽക്കുമ്പോ നമ്മളെ ഗ്യാങ് ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങളൊക്കെ തീരാനൊന്നും പോണില്ല. ഇതൊക്കെ അപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ആകാൻ പോണം. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ആസ് ഒരു ആർ പി ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആർ പിയും കാര്യങ്ങളും കാണുക, അല്ലെങ്കിൽ ഈ റോബറി ഇടാത്തുള്ള ചെറിയ ചെറിയ ഫൈറ്റുകൾ കാണുക, അതൊക്കെയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്റ്റിൽ കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ലൈവുകളിൽ ഇനിയും കാണും. നല്ല നല്ല ആർ പികൾ നമ്മൾ മാക്സിമം ചെയ്യാനും നോക്കും. നിങ്ങൾക്ക് ആ രീതിയിൽ നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ആ ഒരു രീതിയിലാണ് നിങ്ങൾ ആർ പി എൻജോയ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി സപ്പോർട്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഗ്യാങ് ആർ പി തന്നെ കാണണം എന്നൊരു മൈൻഡ് ആണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റത്തില്ല. കേസ് എന്തായാലും ഞങ്ങൾ എടുത്ത ഡെസിഷൻ ഇതാണ്. നമുക്ക് എല്ലാവർക്കും നമുക്ക് കൂടെ ഉള്ളവർക്കും എല്ലാവർക്കും താല്പര്യം ഇങ്ങനെ പോകാൻ വേണ്ടി തന്നെയാണ്. ഇനി നമുക്ക് അതിലോട്ട് പോയി ഒരു ഇതാ വയ്യ.
ലൈക്ക് നമുക്കൊരു ഫാമിലി രണ്ട് സൈഡിലും അത് പ്രശ്നമാവത്തുള്ളൂ എന്തായാലും. രണ്ട് സൈഡിൽ ഈഗിൾ ബ്രോയ്ക്ക് ആണെങ്കിലും നമുക്കാണെങ്കിൽ അത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് ആ ഒരു രീതിയിൽ തന്നെ വരും. എന്ത് വേണ്ടെന്ന് വെച്ചാണോ എല്ലാം നടത്തിയത് അത് തന്നെ വീണ്ടും നടക്കും. പിന്നെ ഒന്നാമത്തെ കാര്യം നമുക്ക് ആ ഒരു റീപ്ലേസ്മെന്റ് ഇല്ല ഗൈസ്. നമ്മുടെ ഹൈറാർക്കിയിൽ ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് അതൊരു ഭയങ്കര ബാക്കി ഷോവാണ്. ഇവിടെ ഉള്ള ഇപ്പൊ ആര് ലീഡർ കഴിഞ്ഞിട്ട് ഈഗിൾ ലീഡർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ കോ ലീഡർ ആവുന്നതും അതൊക്കെ അവർ ഏൺ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഓരോരുത്തരാണേലും അവരുടെ ആ ഒരു ഗ്യാങ്ങിന് വേണ്ടി അവർ ഓരോന്ന് ചെയ്തിട്ട് ഏൺ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അല്ലാതെ നമ്മൾ ചുമ്മാ അങ്ങ് കൊടുത്തതല്ല. അവർക്ക് ആ ഒരു വാല്യൂ ഉണ്ട് എന്ന് അവരായിട്ട് അതിന് അർഹതപ്പെട്ടാണ് കാണിച്ചിട്ടെടുത്തത്. അപ്പം അവർക്ക് പകരവും വേറൊരാളെ വെച്ചാലും അതും സെറ്റ് ആവത്തില്ല. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോ മെമ്പേഴ്സും അല്ലെങ്കിൽ ഓരോ ലീഡറായിട്ടൊട്ട് ഓരോരുത്തർ താഴെയുള്ള ഓരോരുത്തർക്കും ഓരോ വാല്യൂ ഉണ്ട്. അപ്പം നമ്മളത് കീപ്പ് ചെയ്തിട്ട് ഇതുവരെ RP ആണെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. സോ ഇനിയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. ഇതാണ് നമുക്ക് പറയാനുള്ളത് മെയിനായിട്ട്. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഇപ്പൊ അത് കൂടി ക്ലിയർ ആക്കി തരാം. അത്രേ ഉള്ളൂ. വേറെ പിന്നെ ഗൈസ് നമ്മള് വെടിവെക്കാനെടുത്ത നമ്മുടെ പിള്ളേരുടെ കാര്യം ഒന്നും മറന്നിട്ടില്ല. ലൈക്ക് അവരവരുടെ പ്രാക്ടീസ് കാര്യങ്ങളും എല്ലാം ലൈക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം നടത്തും. ലൈക്ക് നമ്മുടെ കൂടെ RPയിലും ഉണ്ടാവും. ഈ വെടിവെക്കാനെടുത്തെന്ന് പറഞ്ഞാൽ വെടി മാത്രമല്ല, നമ്മുടെ കൂടെ അവരെല്ലാ കാര്യത്തിനും അവരും ഉണ്ടാവും. പിന്നെ അവർക്ക് ഫൈറ്റും കാര്യങ്ങളും ഉള്ള പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം അവർ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ കളിക്കുന്ന സെർവറിൽ നമ്മൾ ഫൈറ്റോ കാര്യങ്ങൾക്കോ ഒന്നും കാരണം ഒരു ഫൈറ്റും സിറ്റുവേഷനും വരുമ്പോഴാണ് എപ്പോഴും പല കാര്യങ്ങളും ഡ്രാഗ് ആവുന്നത്. സോ അത് ഒഴിവാക്കണം. അതാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ വേറെ ഇപ്പൊ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവർക്ക് വേറെ സെർവറുകളിൽ അവർക്ക് TV എന്നുള്ള നെയിമിനല്ലാണ്ട് അവർക്ക് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യോ കാര്യങ്ങളോ ചെയ്യാനായിട്ട് അവർക്ക് ഫുള്ള് ഇത് കൊടുത്തിട്ടുണ്ട്. വെച്ചാൽ ഫുൾ പെർമിഷനും അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഗൺ പവർ മെയിൻറ്റെയിൻ ചെയ്യാനും സ്കിൽസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് അതിന് ഫുള്ള് നമ്മൾ ഇതെടുത്തിട്ടുണ്ടെങ്കിൽ വെച്ചാൽ അവർക്ക് എല്ലാം അവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. അതിലൊരു സീനൊന്നുമില്ല. സോ അത് കംപ്ലീറ്റ്ലി നിന്ന് പോയി എന്നൊരു രീതിയിൽ നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല. മനസ്സിലായില്ലേ? ഒരാൾ ചോദിച്ചാണ് ഈഗിൾ ബ്രോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ TV തിരിച്ചു വരില്ല. ഉറപ്പായിട്ടും ബ്രോ വരും. കാരണം നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പുള്ളിയെ ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? ഇപ്പം നമുക്ക് അങ്ങോട്ട് പോയി ഈഗിൾ ബ്രോ വാ എന്നുള്ള രീതിയിൽ ഫോഴ്സ് ചെയ്ത് തിരിച്ചു വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെ ഫോഴ്സ് ചെയ്യാനും അവന്റെ കാരണങ്ങൾ അവൻ വ്യക്തമായിട്ട് നമുക്കതിന് നമുക്കൊരു മറുപടി കൊടുക്കാനില്ല പുള്ളിക്ക്. എടാ ഇങ്ങനെയാണ് എന്നോടും എന്റെ ഫാമിലിയോടും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങള്. പിന്നെ അതുമല്ല കേസ് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. നമ്മള് കുറച്ചാള് ഞങ്ങൾക്ക് ഭയങ്കര ഫൈറ്റ് സിറ്റുവേഷൻ എടുക്കാനും ഇപ്പൊ മൈൻഡ് ഇല്ല. ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല. കാരണം കുറെ നാളത്തേക്ക് ഇപ്പൊ കുറച്ച് ഈ ഹേറ്റും കാര്യങ്ങളും അതൊക്കെ ഒന്ന് നിക്കണമെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത തന്നെയാണ് നല്ലത്. അപ്പം ഇപ്പൊ ഈഗിൾ വരുവാണേലും ഉടനെ ഗ്യാങ് RP സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതല്ല ഞങ്ങളെ പ്ലാൻ. അത് ഞങ്ങൾ കുറച്ച് പഴയ പോലെ നോർമൽ കമ്മ്യൂണിക്കേഷൻ RPയും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഗ്യാങ് RP ചെയ്യണമെന്ന് തോന്നിയാൽ അന്ന് ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോഴേ ചാടിക്കയറി വന്ന ഉടനെ നമ്മൾ തിരിച്ച് വെടിവെപ്പിലോട്ട് മാറും എന്ന് ഞാൻ എന്തായാലും വെടിവെപ്പിലോട്ട് ഉടനെ ഇല്ല. എൻ്റെ പേഴ്സണലാണ് പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, നമുക്കിതൊരു ഹീലിംഗ് ടൈം ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അല്ല ഞാൻ പറഞ്ഞില്ല, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞോ മനസ്സിലായില്ലേ? എനിക്കിപ്പോ തിരിച്ചിപ്പോ ഈ ഒരു ബ്രേക്ക് വന്ന ടൈമിൽ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ RP കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനോട് അത്രയാണ് കുറച്ചുകൂടി താല്പര്യം എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഉടനെ ഇപ്പോൾ വന്ന ഉടനെ ആണെങ്കിലും നിങ്ങൾ വന്നാലും ഉടനെ ആണെങ്കിലും ഞാൻ ഗ്യാങ് RP അവൻ ഇപ്പം ഗ്യാങ് ഫൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളോട് ചാടിക്കയറി എന്തായാലും ഇല്ല. കുറച്ച് RPസും കാര്യങ്ങളൊക്കെ ചെയ്യാനും അതൊക്കെയാണ് എൻ്റെ മൈൻഡ്. കാരണം ഇതൊക്കെ ഒന്ന് നല്ലോണം ഒതുങ്ങിയിട്ട് എല്ലാം ഒന്ന് ഓക്കെ ആകുമ്പോഴത്തേക്ക് മതി എന്നാണ് എൻ്റെ മൈൻഡ്. ഇപ്പം അത് നിങ്ങൾ ചോദിക്കുന്നില്ലേ കുറച്ച് കഴിയുമ്പോൾ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്. ഈഗിൾ ബ്രോ വരുന്നതും ഇല്ലാത്തതും ഈഗിൾ ബ്രോയുടെ ഇഷ്ടമാണ് ഗൈസ്. ഒരിക്കലും നമ്മൾ ആരും ഫോഴ്സ് ചെയ്യത്തില്ല, ഫോഴ്സ് ചെയ്യുന്നുമില്ല. നിങ്ങൾ ഫൈറ്റ് സിറ്റുവേഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ നെയിംസ് ഡ്രാഗ് ആവില്ലെന്നാണോ വിചാരിക്കുന്നത്? ബ്രോ ഫൈറ്റ് സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ഡ്രാഗ് ആവൂല എന്നുള്ളതിൽ ഞാൻ സിമ്പിൾ പറഞ്ഞുതരാം ബ്രോ. സിമ്പിൾ കാര്യം പറയാം. ഞാന് ഒരു വാർ എടുക്കാൻ പോകുമ്പോഴായിരിക്കും അതോ ഞാൻ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടോക്സിസിറ്റിയിലേക്ക് ഉണ്ടാവാൻ ചാൻസ്. അത് ഉറപ്പായിട്ട് വാർ എടുക്കുമ്പോഴല്ലേ. അപ്പൊ കുറച്ചെങ്കിലും കുറയട്ടെ, അത്രേ ഉദ്ദേശമുള്ളൂ. ഇപ്പൊ 100% മാറണ്ട, 50% കുറയല്ലോ, അത് മതി. അത് അത്ര ഉദ്ദേശം. സിമ്പിൾ. ടർഫ് ബ്രോ, ടർഫ് വന്നാലും കാണും, തീരത്തില്ല. അവിടെ കാണുമല്ലോ ടർഫ്. വരട്ടെ നമുക്ക് എല്ലാം ഇല്ല ബ്രോ, ടർഫ് ഇല്ല. ഗ്യാങ് പ്രിവിലേജ് ആയിട്ടുള്ള ഒന്നുമില്ല. ഒരു സംഭവം നമ്മൾ അതായത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മളൊരു ഫാമിലി എങ്ങനെയാണ് ആക്ട് ചെയ്യണം അതുപോലെ ആയിരിക്കും. ലീഡർ കോലീഡർ അങ്ങനത്തെ സാധനം ഫാമിലി എന്ന് വെച്ചാൽ സിറ്റിയുടെ അകത്തെ ഫാമിലി അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മളൊരു ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ ഓൾറെഡി. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആ ഒരു ബോണ്ടിങ് ഒരു ഫാമിലിയെ പോലെ നമ്മൾ നടക്കും. അത്രേ ഉള്ളൂ. അതായിരിക്കും അതിൻ്റെ അകത്ത് ഗ്യാങ് വണ്ടി ഇടിച്ച് അടിയുണ്ടാക്കാൻ പോണ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതാക്കത്തില്ല.
എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാലും അത് വന്ന ഇങ്ങോട്ട് സിറ്റുവേഷൻ എന്താ പറയുക, നമ്മളിപ്പോൾ ലൈവ് മിക്കവരും കാണുന്നത് എനിക്കറിയാം, സിറ്റുവേഷൻ എടുക്കാൻ വരില്ലെന്ന് ഞങ്ങൾ പറയത്തുള്ളൂ. അങ്ങനെ വന്നാലും ഞങ്ങൾ ആ രീതിയിൽ തന്നെ, ഐ മീൻസ് ആ രീതിയിൽ നമ്മൾ പറഞ്ഞത് എന്തായാലും ഡീലേ, കാരണം നമുക്ക് അതിനുള്ള മൈൻഡ് ലൈക്ക് നമ്മളെ മൈൻഡ് അങ്ങനെയല്ല ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത് മെയിനായിട്ട്. അപ്പോൾ ഈഗിള് അവൻ സിയോൺ ഫാമിലിയാണ്. അങ്ങനെ സിയോണിന്റെ ഫാമിലി അങ്ങനെയല്ല ഗൈസ്, നമ്മൾ നോർമൽ നമ്മള് പറഞ്ഞില്ലേ ഒരു ബ്രദർഹുഡ് എന്നുള്ള നമ്മൾ നടക്കൂല, നമ്മൾ എപ്പോഴും സിറ്റിയിലെ കുറെ ഒരുമിച്ച് നടക്കുന്ന സിറ്റിസൺസ് ആൾക്കാരാണ് ഒരുമിച്ച് ഇങ്ങനെ നടക്കും, അതുപോലെ നടക്കുന്നു, അത്രേ ഉള്ളൂ. എങ്ങനെ ചെയ്യുന്ന അതേപോലെ നമുക്ക് അങ്ങനെ നിന്നുകൊണ്ട് ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ മാക്സിമം നോക്കി അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യും ഗൈസ്. MGRPയിൽ നമ്മൾ വന്നപ്പം ലൈക്ക് നമുക്കൊരു ഗ്യാങ് ഹൗസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗ്യാങ് ആയിട്ട് നടക്കുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ ഗ്യാങ് ആയിട്ട് കാണിക്കണം. നമ്മളെല്ലാരും ഇൻഡിവിജ്വൽ ഓരോ സിറ്റുവേഷൻസ് അങ്ങനെ അതേ സെയിം പോലെ ആയിരിക്കും ഇനി അങ്ങോട്ട്. നൈസ് ആയിരിക്കും ആ ഒരു ഫേസ് നൈസ് ആയിരിക്കും. ചന്ദ്ര ഒരു സിറ്റുവേഷൻ, നമ്മളൊരു സിറ്റുവേഷൻ, എല്ലാരും കൂടി ചേർന്ന ഒരു സിറ്റുവേഷൻ, അതേപോലെ RP കമ്മ്യൂണിക്കേഷൻ, അത്രേ ഉള്ളൂ. നിങ്ങളിപ്പോ അങ്ങനെയൊന്നും പോകൂല. അങ്ങനെ ഇൻ കേസ് അങ്ങനെ പോവാണെങ്കിൽ ഫോട്ടോ വെക്കാനല്ലേ പറ്റുള്ളൂ. അങ്ങനെയൊന്നും പോകത്തില്ല എന്തായാലും. കാരണം നമ്മളടുത്ത് അത്രയൊക്കെ നമ്മളൊരു സിറ്റുവേഷൻ എന്താണെന്ന് അവിടുത്തെ അഡ്മിൻസിന് പറഞ്ഞാൽ മനസ്സിലാവുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും പോകത്തില്ല. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോടാ, ആരെങ്കിലും ഞാൻ ചാറ്റിൽ എന്തായാലും ഗൺഷോപ്പ് ഇല്ല ബ്രോ, വേറെ ഒരു ഇപ്പൊ ഇല്ല. ഇപ്പൊ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിത് 2 ദിവസം നിങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസം നിങ്ങൾ കണ്ടിട്ട് പറയും, വീണ്ടും പറയുമായിരിക്കണം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് സിറ്റുവേഷൻ എടുക്കുക അല്ലെങ്കിൽ അടി എടുക്കുക അങ്ങനത്തെ രീതിയിലൊന്നും ദയവായി സംസാരിക്കുക, നിങ്ങളായിട്ട് ഒരു ഇത് ടോക്ക് കൊണ്ടുവരല്. കാരണം ഞങ്ങൾ മെയിനായിട്ട് പറഞ്ഞില്ലേ ഇതുപോലെയാണ് പോകാൻ ഇതാക്കണം. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാവർക്കും താല്പര്യം അതാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ പോയാൽ ലൈക്ക് ഈഗിള് ബാക്ക് നോർമലായിട്ട് വരുമല്ലെന്ന് അറിയത്തില്ല. വന്ന ബാക്കി എങ്ങനെയാണ് നമ്മൾ പഴയത് കണക്ക് അതിനും കുറേ ടൈം എടുക്കും, കാര്യം ഇതാവും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ടോക്കും കാര്യങ്ങളൊന്നും ദയവായിട്ട് വരില്ല. ഞങ്ങൾ വേറെ ഒരു ഗ്യാങ്ങിൻ്റെയും അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിന് ഞങ്ങൾ ഇടപെടത്തില്ല. പറ്റുമെങ്കിൽ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആക്കാതെ കൂടി ഇരിക്കുക, അത്രേ ഉള്ളൂ. താല്പര്യമില്ല, അത്രേ ഉള്ളൂ, താല്പര്യമില്ല നമുക്ക്. ന്യൂ ഗെയിംസ് ട്രൈ ആക്കാം, അതൊക്കെ അല്ലാതെ തന്നെ നമ്മള് അപ്ഡേറ്റ് പറയാം നമ്മളെല്ലാരും. നോക്കാം ഗൈസ്, എന്തെങ്കിലുമൊക്കെ നടക്കും നന്നായിട്ട്. വേറെ ആർക്കും എന്താ പറയാനുള്ള ഇവിടെ ഉള്ള? എടാ പറയണം, പിള്ളേരെല്ലാരും പറയടാ, നിങ്ങളൊക്കെ പറ. എന്താ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? കണ്ണാപ്പിക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കൈലാസം നാട് വിട്ടുവാണ്, കുറച്ചാള് തമിഴ്നാട്ടിലായിരിക്കാൻ. കൈലാസം, പിന്നെ തെങ്കാശി, പൊള്ളാച്ചി, RP. കാർത്തുകളുടെ അടിയുള്ള തന്നെ പരിപാടി. ഞാൻ പിന്നെ തിരിച്ചുതരാം. വേണ്ട അത് പിന്നെ സ്വർഗരായത്തി PD ആയിട്ട് കാണും. എന്തോ സ്വർഗരായത്തെ PD കയറുവാണ്. ബാക്കി ഞാൻ നാട് വിട്ടുവാണ്. ബാക്കി സിറ്റിസൺ RP ഫുൾ ഇനി തമിഴ്നാട്ടിലായിരിക്കും. പൊള്ളാച്ചി റോൾ പ്ലേ എന്ന് പറഞ്ഞ റോൾ പ്ലേ വെടിക്കാരുടെ അതെ വെടിക്കാര്, നമ്മുടെ വെടിക്കാര് പയ്യന്മാര്. വെടിക്കാരെന്ന് പറയുമ്പോ ദാമു, ഗ്യാലിക്സ്, പുതിയ ഫ്ലഫി, ഇറ്റാച്ചി, എല്ലാരും വെടിവെക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത് കുറെ പേരുണ്ട്. ഞാൻ ആരും പേര് പറയാൻ വിട്ടുപോയൊന്നല്ല, ഞാൻ ഇങ്ങനെ ചുമ്മാ റഫായിട്ട് പെട്ടെന്ന് പറഞ്ഞ പേരുള്ളതാണ്. ഇനി അതിന്റെ പേരിൽ ഒരു അടിയും തർക്കവും വേണ്ട ദൈവത്. അപ്പൊ വെടിയന്മാരുടെ അഭിപ്രായം ചോദിക്കുകയാണ്. അഭിപ്രായം ചോദിക്കുവാണോ? അവരോട് അവർക്ക് അവരുടെയും പ്ലാൻ എന്താണ്, അവര് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുവാണ്. ഇവിടെ ഉള്ളവര് താഴ്ന്ന് തുടങ്ങണം, മേളിൽ തുടങ്ങണം. കെവിൻ തൊട്ട് തുടങ്ങട്ടെ. ഇപ്പം പറയുകയാണെങ്കിൽ ഓക്കെ, അടുത്ത ആള് പറ. ഡിലേ ആണ് 5 മണിക്കൂർ.
നീ ലാസ്റ്റ് പറഞ്ഞത് കേട്ടോ. ആള് ഇന്നലെ വണ്ടിന്നൊക്കെ വീണ് പുഴുത്തിരിക്കട്ടോ. ആലോചിക്കാൻ സമയം വേണം. ആലോചിക്കും. കോളേജ് നേരെ ഫ്രണ്ട് സരക്കണ ഇതേപോലെയാണ് ആലോചിച്ചത്. മറ്റേ പട്ടി കുറുക്കി ചാടുമ്പോ ബ്രേക്ക് പിടിക്കണോ ചരിച്ചിടണോ എന്ന് ആലോചിച്ചോണ്ടിരിക്കായിരുന്നു കുറെ നേരം. ഞാൻ എന്റെ അടുത്ത് പറയണം, ഞാൻ ഇടതോട്ട് വെട്ടിച്ചപ്പോ പട്ടി ഇടതോട്ടി ആടി, അപ്പൊ ഞാൻ വലതോട്ട് വെച്ചു അപ്പൊ പട്ടിയും വലതോട്ടി ആടി. ഒരേ മനസ്സാണ് നമ്മള്. പട്ടി അവൻ ഒരേപോലെ ചിന്തിച്ചോളും. ഒരേ മനസ്സ് ഒരേ ശരീരം. സെക്യൂരിറ്റി പേയ്മെന്റ് കാണും കേസ് നമ്മളോടൊപ്പം. വില്ലുമോൻ തൊട്ട് തുടങ്ങാം. എന്നാ വില്ലുമോൻ പറ. വില്ലുമോൻ കളിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്യാങ്ങിന്റെ പേര് എന്റെ പൊന്നാണ്, ഞാൻ വാലറന്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പോലും പറ്റാണ്ട്. അപ്പൊ എടാ നമുക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ബാബു? അല്ലെങ്കിൽ നമുക്ക് യോയോ ഗ്യാങ് എന്നൊക്കെ പറയണം ഗൈസ്. യോയോ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. യോയോ ഒക്കെ നിങ്ങൾ മറന്നുതരാം. അതൊക്കെ എപ്പോഴോ തുടങ്ങി എന്തൊക്കെ വെച്ചിട്ടുള്ളത്. അതിലൊന്നും അങ്ങനെയൊന്നും റീസ്റ്റാർട്ട് ഒന്നും ഇല്ല. കുറെ നേരമായിട്ട് ഞാൻ നോക്കണം യോയോ യോയോ എന്നൊക്കെ. എടാ പറഞ്ഞില്ലേ അവര് വേറെ സെർവറിൽ പിള്ളേര് സെറ്റ് അതെ കളിക്കും. ഗ്രൂപ്പായിട്ട് അവരെന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നതിൽ അതില് ഇതായിട്ട് ഞാൻ ഒരു സീനും ഇല്ല. നമ്മളെല്ലാരും അങ്ങനെ സപ്പോർട്ടായിട്ടായിരിക്കും. ഇറ്റാച്ചി എന്താ മിണ്ടാത്ത? ഇറ്റാച്ചി എന്തായാലും മിണ്ടടാ. നീ മിണ്ടാത്തോണ്ട് ആൾക്കാർക്ക് വിഷമം. ഇറ്റാച്ചി ഒന്നും ഇല്ലാതെ 2 വാക്ക് പറ. എന്താ പറയാ, നമ്മള് വെടിവെക്കാൻ കേറിയതിന് ഉപരി ഗ്യാങ്ങിന്റെ കാര്യത്തില് എന്താ പറയാ, ഇങ്ങനത്തെ ഒരു ഡിസിഷൻ വരുമ്പോ നമ്മൾ അതിന്റെ ഒപ്പം കൂടെ നിക്കത്തൊന്നുമില്ല എന്നല്ല. പിന്നെന്താ, ഇത് എന്നേലൊക്കെ ഗ്യാങ് തിരിച്ചു വരുവാണെങ്കിൽ വീണ്ടും ഒരു എന്താ പറയാ അൺസ്റ്റോപ്പബിൾ ആവാന്ന് വിചാരിക്കുന്നു. അതൊന്നും എനിക്ക് ടച്ച് അങ്ങനെയല്ല സീരിയസ് ആയിട്ട് പറഞ്ഞ എന്നെയാണോ ഉദ്ദേശിച്ചത്? അൺസ്റ്റോപ്പബിൾ ആക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയം അങ്ങോട്ട് കിട്ടണുണ്ടായിരുന്നില്ല. സാഹചര്യം തോന്നില്ല. പിന്നെ ഗൈസ് നമ്മള് എല്ലാരും കൂടി സിറ്റിയിൽ ചെറിയ ചെറിയ റോബറിയും അതുപോലത്തെ കാര്യങ്ങളെല്ലാം നമ്മളെല്ലാരും ടൈമരെ എല്ലാരും ഉണ്ടാവും. സിറ്റിയിലുള്ളതനുസരിച്ചിട്ടുള്ള കലാപരിപാടികളൊക്കെ കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ രായൻ പറഞ്ഞിരിക്കുന്നത്, രായൻ വരുമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പ്രോമിസ് ഒക്കെ തന്നിട്ടുണ്ട്. ഞാൻ സത്യം പറയാം ഗൈസ്, ഞാൻ ഈ സ്ട്രീമിങ് അങ്ങോട്ട് ഇടണില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു. പിന്നെ ഞാൻ ബാലന് 100K ആവാനായിട്ട് കുറച്ച് ഫോളോവേഴ്സ് കൂടി മതി. സബ്യാത്തവരുണ്ടെങ്കിൽ അവന്റെ ചാനലും സബ്യാണ്. പറയാൻ വിട്ടുപോയി. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഭ്യത്ര തൊണ്ടേ പിടിച്ചു എല്ലാവർക്കും കൂടി അങ്ങ് ഇനി പറയില്ല. മല്ലു വൈനർ ഗിവേഴ്സ് 1.3K സബ് കൂടി മതി അവന് 100K ആവാൻ. അപ്പം എല്ലാരും ഒന്ന് സബ് ചെയ്യണേ ഗേസ്. ചാനൽ നെയിം മല്ലു വൈനർ ഗെയിമിംഗ് ഗേസ്. സബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് പോയി സബ് ചെയ്തേക്കണേ. നമുക്ക് പയ്യനെ 100K ആക്കാം. ഏകദേശം 99.78 ഒക്കെ ആവുകയാണെങ്കിൽ അവനെ കൊണ്ട് നമുക്ക് ലൈവ് ഇടിയിപ്പിക്കാം. മനസ്സിലായില്ലേ? നാളെയോ വല്ലോ ഒന്ന് ലൈവ് ഇടൂലേ? അത് ചെറിയൊരു സംശയം. അവാർഡ് RP ഒക്കെ കാണും എന്തായാലും. ഞാൻ കാര്യം പറയാം, ഇപ്പൊ ഇവിടെ എല്ലാരും ലൈക്ക് സത്യം പറഞ്ഞാൽ പകുതി മുക്കാൽ വരെ മാസ്കിലാണ് ഇരിക്കുന്നത്. എല്ലാരും അത്ര ഹാപ്പി ആയിട്ടും അല്ലെങ്കിൽ മാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി അല്ലെങ്കിലും നോർമലായിട്ട് എല്ലാരും ലൈക്ക് നോർമലായിട്ട് കുറച്ച് നമ്മള് ഇതാക്കുകയാണ് സത്യം പറഞ്ഞ കാര്യം. നമ്മൾ ആരും ഓക്കെ അല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് എന്താ പറയാ, നമ്മൾ ഇതൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് വന്ന കാര്യങ്ങളൊക്കെയാണ് ഗ്യാങ്ങില്. അപ്പൊ ലൈക്ക് ഞങ്ങളത് കുറച്ച് ദിവസം ഇതിൽ നിന്ന് ഓക്കെ വരാനും ടൈം എടുക്കാനും ഒക്കെ കുറച്ച് എല്ലാത്തിനും കുറച്ച് ടൈം എടുക്കും. അപ്പൊ അത് പറയാണ്. തരക്കണ വലിയ പോയിന്റ് ഫ്രീ ഫയർ കളിക്കും വന്ന്. പിന്നെ എന്റെ അപ്പൊ പട്ടി വരും ഫ്രീ ഫയർ കളിക്കും. വലിയ വർത്താനം പറയല്ല. പട്ടി ഒരു എണ്ണം വന്നാൽ മതി എന്നൊക്കെ വലിയ ഡയലോഗ് അടിയല്ലേ. എന്നാ സ്ട്രില്ല് അവൻ വീട്ടിലൊക്കെ ചെറിയ ഇഷ്യൂസ് ഒക്കെ അറിയാലോ. ഈ ഒരു അറിയാലോ അതിന്റെയൊക്കെയാണ് അവൻ മെന്റലി ഇച്ചിരി ഡൗൺ ആയിപ്പോയി. അതിന്റെതാണ് ഇച്ചിരി ഡൗൺ ആയിരുന്നു. അതിന്റെ പുറത്ത് പറഞ്ഞതാണ്. എന്റെ വീട്ടിൽ ഇച്ചിരി പ്രശ്നമാണ്. അപ്പൊ നീ ഒരു ബൈ പറ. അതേ ഉള്ളു വഴി. വീട്ടിൽ കഞ്ഞി കരിയിട്ടില്ലെങ്കിൽ ഞാൻ വന്നിരിക്കല്ലോ ഇവിടെ. പട്ടണം തട്ടാണ് ഞാൻ പട്ടണം ഇവിടെ വന്നിരിക്കല്ലോ ഞാൻ.
നോർമൽ ആർമി തന്നെ കുറച്ച് നാൾ പിത്തളിച്ചിരിക്കാന്ന് പതുങ്ങിയിരിക്കാന്ന് പിന്നെ പുലിയെ പോലെ കൊതിക്കുക. ഓ അതല്ലേ പറഞ്ഞേട്ടാ, കുറച്ച് നാൾ നോർമൽ ആർമി മതി എണ്ണ, കുറച്ച് നാൾ നമുക്ക് പതുങ്ങിയിരിക്കാം പിന്നെ പുലിയെ പോലെ കുതിക്കാന്ന്. അത് ഏതോ ഒരുത്തൻ dialogue അത് ആയിരുന്നല്ലേ? മറ്റേ വാറിന്റെ വാറിന്റെ ആ dialogue മറ്റേ അല്ലേ? പയ്യൻ സിഐഡിയിലെ പയ്യനെ പോലെ പുലി പതുങ്ങുന്നത് പൊളിക്കാനല്ല കുതിക്കാനാണത്. അപ്പൊ നാളെ തൊട്ട് അല്ലേ എല്ലാരും നാളെ തൊട്ട് എല്ലാരും വാക്സിൻ നോർമലായിട്ട് ഇതുണ്ടാവും. ലൈവ് ആണ്. ലൈവും കാര്യങ്ങളൊക്കെ എല്ലാരും ഉണ്ടാവും. എല്ലാരും കാണുമെന്ന് അറിഞ്ഞൂടാ കൈസ്. എന്നാലും എല്ലാരും ലൈവ് കുറെ വരാൻ ഓരോരുത്തരായിട്ട് വന്നോളും. എല്ലാരും വരുമെന്ന് പറയുന്നില്ല. അപ്പൊ ചിലർക്ക് പെട്ടെന്ന് ഇന്നിപ്പോ നാളെ വരണമെന്ന് വരാനുള്ള മൈൻഡ് കാണൂല. കുറച്ചുപേര് നാളെ മൈൻഡ് ഉണ്ടെങ്കിൽ അവര് നാളെ വരും. എങ്ങനെ നമ്മളൊക്കെ RP ഡെയിലി ഇല്ലേലും RP ചെയ്യാനുള്ള മൈൻഡുള്ള ഡേയ്സിൽ RP ലൈവ്സ് കാണും. എല്ലാരും വരിക. സ്നൈപ്പിന് 2 വാക്ക്. സ്നൈപ്പേ എല്ലാരും സ്നൈപ്പ് പോയി പയ്യൻ ചത്തന്നു. കുറച്ച് വാക്കെന്നാ ആളില്ല. സ്നൈപ്പ് കുറച്ച് വാക്ക് പറയും. സ്നൈപ്പ് ഇവിടെ ഇല്ല. സ്നൈപ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലേ കുറച്ച് വാക്ക് പറയും. ചിരിക്കുന്നിരുന്ന കേട്ടോ ഇതൊക്കെ കേട്ടിട്ട്. സ്നൈപ്പ് ഇതൊക്കെ കേട്ടത് ചിരിക്കുകയാണ്, എൻജോയ് ചെയ്യുന്നത്. ഫ്ലഫിക്ക് എന്താണ് പറയാനുള്ളത്? ഫ്ലഫി ഇവിടെ ഇല്ലാട്ടാ. അണ്ണ ഒരു സജഷൻ പറയാണ്. ഇപ്പൊ വെടിവെക്കാൻ എടുത്ത ആൾക്കാർ തുടങ്ങുന്നതില്ലേ നല്ല സെപ്പറേറ്റ് ആകാതിരിക്കുമല്ലോ. അല്ല ഒരുമിച്ച് തന്നെ ആയിരിക്കും കൂടുതലും. എന്റെ ഒരു വിശ്വാസം വെച്ച് ഒരുമിച്ചായിരിക്കും അവര്. എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെയായിരിക്കും. ഫ്ലഫി ഫേസ് റിവീൽ എന്നൊക്കെ. അപ്പൊ എടാ ഒരു നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗർ ആക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനൊക്കെ വരൂലെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഇനി വന്നാലും അതിനെ മാനേജ് ചെയ്യണം നിങ്ങൾ, മനസ്സിലായില്ലേ? അല്ലാതെ അടിക്കാനുള്ള മൈൻഡ് ഇല്ല സത്യം പറഞ്ഞ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞാണ് അടിക്കാൻ എടുക്കാനുള്ള മൈൻഡ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ സിറ്റിയിൽ അറിയാല്ല, ഒന്ന് ഇപ്പൊ സംസാരം കുറവാണ് എല്ലാവർക്കും. എല്ലാവരും മ്യൂട്ട് ആൻഡ് റെക്കോർഡിങ് പ്ലസ് അടിയാണ് കൂടുതൽ മോണ്ടേജിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് കാര്യങ്ങള്. പഴയ പോലത്തെ ആർപ്പികളൊക്കെ ഉണ്ട്. പഴയ ആർപ്പികൾ. ബാലൻ സിറ്റിസൺ ആവുമ്പോഴാണ് ബാലന് RPs കൂടുന്നത് അല്ലേ? ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അണഞ്ഞ് തൊപ്പിയിരിക്കണം. ഇപ്പൊ എന്റെ തല പറഞ്ഞാല് വെള്ളം കൂടി ഓ ഞാൻ നോക്കിയപ്പോ കെവിനാണ് ഇതിന്റെ ഇടയിൽ കേട്ടാ. ഞാൻ ഇനി എന്തിനു ഉണ്ടോ എന്നെ R34 എടുക്കൂലേട്ടാ. കെവിൻ കൊണ്ട് എന്നെ നോക്കിട്ടോ എന്തിനു പറയാ ഞാൻ. അത് നല്ലൊരു തീരുമാനമാണ്. പീടി ഇപ്പൊ നല്ലോണം പോവുകയാണ്. നീ അത് കുട്ടിച്ചോറാക്കണം. എന്റെ അഭിപ്രായത്തിൽ കേറണം അവിടെ. ഞാനുണ്ട്. നമ്മളെല്ലാം പീടിയാണ്. ആരൊക്കെ പീടി? ആരൊക്കെ TV മൊത്തം പീടി കയറുന്ന നമ്മളെല്ലാം പീടിയാണ്. പീടി കെവിന് EMSലൊരു ഹെഡ് വേണം എങ്കിൽ നീ ചെന്നോ. നമുക്ക് എല്ലായിടത്തും പിടിപാട് വേണ്ട സർക്കണ്ണ. നമുക്ക് എല്ലായിടത്തും പിടിപാട് വേണ്ടയാ. EMS കയറാം. നമ്മള് പല പല ക്യാരക്ടറിലായിരിക്കും. ഞാൻ ബെല്ലാരി പോവല്ലേ. എന്റെ പേര് ബെല്ലാരി രായനാണ്. വേറെ മാത്രമേ ഉള്ളൂ. ഞാൻ കളിച്ച ഫസ്റ്റ് ഗ്യാങ് TV ആണ്, മനസ്സിലായ? ടാറ്റ ബൈ ബൈ എന്നൊക്കെ. ഞാൻ ഇവിടെ ബാബു EMS RP ചെയ്യാണ്. ബാബു നിന്റെ അടുത്ത് ബാബു നാളെ കഴിഞ്ഞ് ഇനി 1-1.5 കഴിഞ്ഞിട്ട് ബാബു ഇവിടെ ലാൻഡ് ആകത്തുള്ളൂ. അവൻ സൂല് സിംഗപ്പൂരാണ് അവള്. അവിടല്ലേ മറ്റേ പിടിക്കി പിടിക്കുന്ന ഒരു ഒറാങ്കുട്ടൻ. ആവശ്യന്റെ ഇവരൊക്കെ കേട്ടോ അവിടെ ഇല്ല കേട്ടോ. ഒരെണ്ണം കൊടുത്തെന്ന് ആത്ത് വെച്ച് വേശൊരെണ്ണം കൊടുത്ത്. അതല്ല ഇന്നലെ കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങിയിട്ട് ട്രക്കിനെ കാർ എത്തി ഉറക്കി. ചന്ദ്രൻ നമ്മളെ സെക്യൂരിറ്റി ആണോ? അവര് അറിയത്തില്ല.
അവന്മാരൊക്കെ ഉണ്ട്. അവന്മാരൊക്കെ എനിക്ക് മെസ്സേജ് ബാബു IR സ്ട്രീംസ് ആയിട്ട് വരും ഇത്. മിക്കവാറും വരും, പറയാൻ പറ്റൂല. എനിക്കൊരു നല്ലൊരു തോന്നുന്നു. ബിക്കോസ് കുറെ നാളെ RP ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് അപ്പോഴും ഫൈറ്റ് സിറ്റുവേഷൻ ആണ്. എപ്പോഴും ഫൈറ്റ് സിറ്റുവേഷൻ ഉണ്ട് 1 year ആയിട്ട്. ഈകളുടെ ഹീലാവാൻ ഒരു ടൈം ആകും. അതെ അതെ അതെ. കാരണം ഒരു കാര്യം കൂടി, ടർഫ്സ് ഒക്കെ ആക്റ്റീവ് ആകുമല്ലേ സിറ്റിയിൽ. അപ്പോൾ അടിക്കുന്നവർ അത് കളിച്ചൂടെ? ഗ്യാങ് സിറ്റുവേഷൻ എടുക്കാതെ റോൾ ഓഫ് ആക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഇല്ല, അത് യൂസ് ആക്കാമല്ലോ. വേണ്ട ബ്രോ, വേണ്ട വേണ്ട. ടർഫ് ജയിച്ചാലും തോറ്റാലും അപ്പോഴും ഇതൊക്കെ തന്നെയാണ്. നമ്മള് ഇല്ല പറഞ്ഞില്ല, വ്യക്തമായിട്ടാണെന്നുകൊണ്ട് പറഞ്ഞു. നമ്മള് അടിക്കുന്ന സ്ഥാനത്തോട്ട് ഇല്ല അയ്യ. ഇപ്പം. അപ്പൊ ഇതൊക്കെയാണ്, ഇത്രേ ഉള്ളൂ ഗൈസ് പറയാനായിട്ട്. നിങ്ങളടുത്ത് പറയാൻ ഇത്രേ ഉള്ളൂ. രായന്റെ ചാനൽ നെയിം എന്താ? ഷിബിൻ മോൻ ഗെയിമിംഗ്. ഷിബിൻ മോനാ. ഷിബിൻ മോൻ ഗെയിമിംഗ് എന്ന്. രായനൊന്ന് ഫുൾ റീസെറ്റ് ആയി വരും ഉടനെ. രായ ഇപ്പൊ വരുമെന്നില്ല, രായി 2 ദിവസം കൊണ്ടാണ് ലൈവ് ഒക്കെ ഉണ്ട്, സെറ്റാണ് അല്ലേ രായ? എന്റെ ചാനലെല്ലാം റിക്കവർ ചെയ്ത് എടുത്തോണ്ടിരിക്കാണ്. കുറച്ച് കോപ്പിറൈറ്റ് സ്ട്രീമൊക്കെ ആയി, കുറച്ച് ലൈവ് ഒക്കെ ഡിലീറ്റ് ചെയ്യേണ്ടിയിരിക്കണേ. അതാണ് ഞാൻ എല്ലാം ഹൈഡ് ചെയ്തിട്ടത്. എന്തായാലും വരും ലൈവ്. നാളെ മുതൽ എന്തായാലും RP ലൈവ് ആണ്. 6 മണി എന്നുള്ള 6 മണി എന്നുണ്ടെങ്കിൽ 2 ദിവസം ലൈവ് വരും, പിന്നെ 3-ാമത്തെ ദിവസം കാണൂല. വേറെ ഒരു റാസ്കലാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. നീ എന്നെ 2 ദിവസം വരും, 3-നൊന്നും നീ വരൂല. ഒരു സമയത്ത് റെഗുലർ GTA ടൂർണമെന്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല. ഈഗിളിന്റെ എന്റെ പ്ലാനാണ്. അവൻ കറക്റ്റ് അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് അതുകൊണ്ട് അറിയത്തില്ല അതിനെപ്പറ്റി. എനിക്കറിയത്തില്ല GTA ടൂർണമെന്റിനെ പറ്റിയൊന്നും. അത് നിങ്ങൾ അവൻ ലൈവ് വരുമ്പോ ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് എന്താന്ന് വെച്ചാൽ അവൻ തന്നെ പറയും. വേറെ ഗെയിമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. വേറെ ഗെയിമൊക്കെ നമ്മൾ കളിക്കും. നമ്മൾ RP യുടെ കാര്യം ആണ് പറഞ്ഞു കഴിഞ്ഞത്. ബാക്കി വേറെ ഗെയിമിന്റെ കാര്യം RP കാര്യം ഇതാണ് ഇമ്മോർട്ടൽ പുഷാണ്. നീ ഇമ്മോർട്ടൽ പുഷാണ്, അതുകൊണ്ട് സിറ്റി കയറൂലെന്നാ? അല്ല അതങ്ങനല്ല, നമ്മളല്ല ഒരു ടൈം മാനേജ് ചെയ്ത് കയറും. നീ കയറിയില്ല വലിയ കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് RP ഒന്നും ചെയ്യാറില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. R34 എന്നപ്പോ ചെയ്ത എന്തൊക്കെ RP ചെയ്തിട്ടുണ്ട്? അവന്റെ റൊമാൻസ് RP ഉണ്ടെന്നാ അണ്ണ. ഓ ഓർമ്മയുണ്ട്, പണ്ട് ആര് കണ്ണാപ്പിയും തമ്മിൽ അടിയായെന്ന് പറയുന്ന പോലെ ഒരു പെണ്ണിന്റെ പേരിൽ അടിയായതല്ലേ? പെണ്ണിനെ വേറെ സിറ്റി കൊണ്ട് കല്യാണം കഴിപ്പിച്ച്, അതല്ലേ ഈഗോ പണ്ടിട്ട് വേറെ സിറ്റി കൊണ്ടുപോയി കല്യാണം കഴിച്ചോളാം. എന്തൊരു മനുഷ്യനാണ്. ഓ അതറിയാം, സീവിന്റെ അറിയാം. കഴിഞ്ഞിട്ട് പയ്യൻ ഉണ്ടായത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് സിനിമ എങ്ങനെ പറ്റണ്ടതൊക്കെ അത് കഴിഞ്ഞില്ല, ആവേശത്തിൽ അഭിനയിച്ച പയ്യൻ. അയ്യോ, എല്ലാരും PUBG PC കളിക്കും. നീ PUBG PC അല്ലേ? PUBG PC ഞാൻ കളിക്കും, പക്ഷെ ഇവിടെ എല്ലാവർക്കും അതിനോട് താല്പര്യമില്ല. കുറെ പേർക്കൊക്കെ എനിക്ക് നല്ല താല്പര്യമുണ്ട്. നിന്നെ അല്ല കെവിനെ, നിന്നെ അല്ല. ഗുലാൻ സെറ്റായ മറ്റേത്? ആ പപ്പടം കണേനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇനി ഒന്നും നോക്കാതല്ലോണ. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. എവിടെന്ന് വെച്ചാ കണ്ണിന് കല്ലും പല്ലിന് പല്ലുമായിട്ടാ ചെന്നോ. ഞാൻ കേറുവാണ പീടിയിൽ. ചന്ദ്രൻ ഇനി ഇങ്ങോട്ട് വേറെ ഏത് ഗെയിംസ് ഒക്കെയാണ് ചന്ദ്രൻ കളിക്കാൻ? എടാ നീ ഫോർട്ട്നൈറ്റ് കളിക്കാൻ തുടങ്ങിയ ഷോ ഓഫ് കുറച്ച് ദിവസമാണ് ഞാൻ കാണാൻ തുടങ്ങിട്ട് കേട്ടാ. നിർത്തി കേട്ടാ നീ. അല്ല നീ എന്താണ് കളിക്കാൻ പ്ലാൻ? ഞാനിപ്പോ എല്ലാ ദിവസവും ഒരു 2 മാച്ച് വാലറന്റ് കളിക്കാറുണ്ട്. 2 പൊട്ടാറുണ്ട്. ചില ദിവസം ഒരെണ്ണം ജയിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ 2 മാച്ച് മാത്രം ഡെയിലി വാലറന്റ് കളിക്കുന്ന ഒരു പയ്യനാണ് ചന്ദ്രൻ. ഇപ്പൊ 2 മാച്ച് കറക്റ്റ് 2 മാച്ച് കളിക്കും, അതിൽ കൂടുതൽ കളിക്കില്ല. നിർത്തിയിട്ട് അതിൽ 2 പൊട്ടും ചില ദിവസം. ടീമിനൊക്കെ തള്ള കുളിച്ചിട്ട് ഇറങ്ങി പൊടിഞ്ഞ്. ഗോൾഡാ ഗോൾഡ് ആയില്ല. ഇന്നലെ റാങ്കൻ മാച്ച് ആയിരുന്നു. റാങ്കൻ മാച്ച് ആയിരുന്നു ഇന്നലെ. ഒരു ത്രോ ചെയ്തു ആളുകള്.
അങ്ങനൊക്കെ ആയി പ്രോ ആയതല്ലേ. അൺസ്റ്റോപ്പബിൾ എടുത്തോണ്ട് പോടാ. കൊറേ നേരമായി എന്തിനാ പറഞ്ഞ അത് കൊണ്ടുവരും. ആടാ പീഡി കയറിയ പീഡി അൺസ്റ്റോപ്പബിൾ ആക്കാറത്. ഞാൻ അൺസ്റ്റോപ്പബിൾ ആക്കും. ഇല്ല 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 എനിക്ക് പീഡി അങ്ങനെ പീഡിയിൽ യവന്മാര് ഇപ്പൊ കേറണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ആ ഒരു സാധനത്തിനോട് തുടരല്ലേ. അതാണ് ഞാൻ എത്ര നേരം ചിന്തിച്ചില്ല, പക്ഷെ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അത് വേണ്ടാത് മനസ്സിലായി. നമുക്കങ്ങ് റൂൾ ചെയ്യണ പീഡി. റൂളും എന്താ അണ്ടി ആയിക്കോട്ടെ, വേറെ വേറെ നിന്റെ അച്ഛനെ കൂടി വിളിച്ചോണ്ട് പോയി റൂളി പീടി കളിക്കണമെന്ന് ആലോചിച്ചു. അയ്യോ പിടി കയറിയിട്ട് മറ്റേ ഗ്യാങ്ങിന്റെ തോളിലും മണ്ടയിലും കയറാൻ നടക്കല്ലേ ചെയ്ത്. എന്നിട്ടൊന്ന് ആലോചിച്ചു ഒരു കൂട്ടം ഗ്യാങ്ങുള്ളവന്മാരെ എടുത്തിട്ട് പണ്ട് ദിവസം ആലോചിച്ചോണ്ട് നമ്മളെ അങ്ങനെ എന്തും കൊടുക്കത്തില്ല. സാഡാണോ ഗൈസ്? ഇവിടെ കുറെ പേര് സാഡാണ്, അതാണ് സത്യം. സാഡൊക്കെയാണ്, അല്ലെന്നൊന്നും പറയുന്നില്ല. എല്ലാരും നമ്മളാണെങ്കിൽ പോലും ഇപ്പം ഞാനും ചന്ദ്രനും ബാബു എല്ലാരും എക്സ്പെക്ട് ചെയ്തതല്ല അവൻ പെട്ടെന്ന് ഇങ്ങനെ ഡിഷ് എടുക്കുന്നു. പിന്നെ അവന്റെ മെന്റൽ പെട്ടെന്ന് തമിഴ് 2 തെറി പറഞ്ഞ പെട്ടെന്ന് ചെറുട്ട് പയലേ ഹലോ 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 ഇവിടെ പറഞ്ഞോണ്ടിരുന്നത് കേട്ടാ. എന്താണെന്നാ നീ എന്താ എന്റെ കണ്ണാപ്പി വേറെ സിറ്റി പോയി വള്ളി പിടിക്കുന്നേ? അയ്യോ വള്ളിയല്ല അവരെ തെറി പറഞ്ഞതിന്റെ കുഞ്ഞമ്മയുടെ മോനെ അവന്റെ തെറി കേട്ടോണ്ടിരിക്കുക. പെട്ടെന്ന് കൂടിയ സ്ഥലം അവൻ വിളിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് അറിഞ്ഞൂടാ, സോറി. അവന്മാര് വിളിക്കുന്ന കേട്ടിട്ട് തിരിച്ചു വിളി. അല്ലാതെ അമ്പത്തൂരുണ്ട് പേര്. എടാ നീ മലയാളത്തിൽ വിളിക്കണൊക്കെ നീ എന്തേലും ഉണ്ടെങ്കിൽ മലയാളത്തിൽ വിളിക്കണ വിളിച്ചാൽ ഇറങ്ങി ഡിസ്കറ്റ് അടി അവനാ. നെഗറ്റീവ് മൈൻഡ് പാട്ടൊക്കെ പാട് മലയാളത്തിലെ. അയ്യേ ഇവിടുത്തെ മെസ്സേജ് ഇട്ട് അണ്ണാ ലേഡി ക്യാരക്ടർ ചെയ്യാ കിടുവായിരിക്കും. ഓ ഞാൻ ചെയ്യാം, ഞാൻ ചെയ്യടാ. ഞാൻ ഫ്ലഫി കൂടി നാളെ സരക്കടാനി മാറ്റി വേറെ പേരാക്കാം. ഇത് നീ മാറ്റണം. രമ ബെസ്റ്റ് രമ എന്ന് പറഞ്ഞ ഇറങ്ങും. വേറൊരുത്തരുണ്ടായിരുന്നു, രമയുണ്ടായിരുന്നു R34. അയ്യോ രമയുടെ പടക്കം എല്ലാ ആവശ്യം സരക്കി എന്നൊക്കെ പറഞ്ഞു. സരക്കി നമുക്ക് എല്ലാവർക്കും ഒരു പെൺവേഷം കിട്ടിയോ? പണ്ട് ഞാൻ ഇറങ്ങുമായിരുന്നു 2 ബലൂണൊക്കെ വെച്ച് ഞാൻ രായനെ പോയി വിളക്കാൻ നോക്കും. ചന്ദ്രിക തെറ്റായിരുന്നു. സരള നമുക്ക് നോക്കാം, വർക്കൗട്ടാ നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് കേസ് അപ്ഡേറ്റ് കാര്യങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ഐഡിയ ഇട്ടിട്ട് വിചാരിക്കുന്നു. അപ്പം ഞാൻ കുറച്ചു നേരം ട്രോൾസ് കൂടി നോക്കാം. എനിക്ക് സിറ്റി കയറാൻ പറ്റുന്നില്ല, കയറിയിട്ട് ഇറങ്ങാൻ കുറച്ച് സിറ്റിയിൽ നിന്ന് കയറാന്നാണ് വിചാരിച്ചത്, പക്ഷേ സിറ്റി കയറാൻ പറ്റുന്നില്ല, കത്തിപ്പൊക്കോണ്ടിരിക്കുന്നുണ്ട്. സോ ഇന്ന് കുറച്ചു നേരം ട്രോൾസ് കണ്ടിട്ട് നൈസായിട്ട് ലൈവ് ഉണ്ടാക്കാം. ചന്ദ്രൻ എന്തിനാണ് പരിപാടി? ഞാൻ കുറച്ചു നേരം സിറ്റി കയറിയിട്ട് ഇറങ്ങാൻ പരിപാടി. വേറെ ഒന്നുമില്ലല്ലോ ചെറുക്കന്നെ, അങ്ങോട്ട് ഓക്കെ 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 ഓക്കെ. എടാ അപ്പൊ ഞാൻ സിറ്റിക്ക് വന്നാൽ സിറ്റിക്ക് ഇറക്കോ, അതല്ല ട്രോൾസ് കാണാൻ വേണ്ടി ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നോ, അല്ലാത്തവര്